ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെള്ളത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏത് വെള്ളമാണെന്ന്. അപ്പോൾ വേറെ ഒരു വെള്ളത്തിനെ പറ്റിയിട്ടല്ല, പല വെള്ളങ്ങളും ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡ്രിങ്കിങ് വാട്ടർ, നമ്മുടെ കുടിവെള്ളത്തിനെ പറ്റിയാണ് ഗായ്സ്. ഗായ്സ്, ഇപ്പോൾ ഈ മഴക്കാലം എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാവർക്കും വെള്ളം കുടിക്കാൻ നല്ല മടിയായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും നല്ല മടിയാണ് വെള്ളം കുടിക്കാൻ. അതിപ്പോൾ വേനൽക്കാലം, മഞ്ഞുകാലം, മഴക്കാലം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പൊതുവെ എനിക്ക് നല്ല മടിയാണ് വെള്ളം കുടിക്കാൻ. അപ്പം ഞാനാണ് ഈ വീട്ടിലെ മോസ്റ്റ് മടിച്ച് വെള്ളം കുടിക്കാൻ. ഗായ്സ്, അപ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് വെള്ളം അത്യാവശ്യമാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് കാരണം. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും മസ്റ്റായിട്ട് എന്തായിരിക്കണം, നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് റിംഗ് ഫിൽ ലൈറ്റാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ റിംഗ് ഫിൽ ലൈറ്റ് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ നല്ല കുട്ടിയായിട്ട് വെള്ളം എല്ലാം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഭയങ്കര ടയേർഡാവും. പിന്നെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും തന്നെ എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. നമുക്കിപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ, അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴാണ് മെയിനായിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെ ആവുന്നത്. കാരണം വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. അപ്പം സ്കൂളിൽ ഇൻ്റർവെല്ലിനാണല്ലോ നമ്മൾ ബാത്റൂമിലേക്ക് വിടുകയുള്ളൂ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടില്ല. അത് കാരണം സ്കൂൾ കുട്ടികളെല്ലാവരും വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരു ദിവസം 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. നിങ്ങളൊരു ദിവസം ഒരു 3 to 4 എങ്കിലും ശരിക്കും കുടിക്കേണ്ടതാണ്. 1 ലിറ്റർ എങ്കിലും നിങ്ങൾ കുടിക്കണം. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ വെള്ളത്തിന് നമ്മുടെ ലൈഫിൽ. ഫുഡ് നിങ്ങൾ ഒഴിവാക്കിയാലും നോ പ്രോബ്ലം, പകരം എന്ത് ചെയ്തോണം, വെള്ളം കുടിച്ചോണം. അപ്പം ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം വെള്ളം എന്ന് പറയുമ്പം മഴക്കാലമാകുമ്പം ഇപ്പോഴും പച്ചവെള്ളം എല്ലാം കുടിക്കുന്നവരുണ്ടാവും. മഴക്കാലത്ത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ചൂടുവെള്ളം കുടിക്കുന്നതാണല്ലേ. അപ്പോൾ എനിക്കും ഇഷ്ടം മഴക്കാലത്ത് ചൂടുവെള്ളം കുടിക്കാനാണ്. അപ്പം നല്ല ചൂടുള്ള വെള്ളം കുടിക്കുക. ഇളം തണുപ്പുള്ള വെള്ളം ഈ ഒരു നമ്മൾ എന്താ പറയുക, മഴക്കാലത്ത് കുടിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വൊമിറ്റ് ചെയ്യും. അത് കാരണം വെള്ളം ഏതൊരു നിങ്ങൾ ഏതൊരു ചൂടിലാണോ വെള്ളം കുടിക്കുന്നത് ആ ചൂടിൽ തന്നെ കുടിക്കട്ടോ. അപ്പോൾ അതായിരിക്കും നല്ലത്. എൻ്റെ നാക്ക് നിങ്ങളോട് വേറെ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പം ഞാൻ അടക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നല്ല കുട്ടികളായി വെള്ളം എല്ലാം കുടിക്കുക. പിന്നെ പല ടൈപ്പ് വെള്ളമുണ്ട്. തുളസി വെള്ളം കുടിക്കാം, ഇഞ്ചി വെള്ളം കുടിക്കാം. അതൊക്കെ നമുക്ക് രോഗപ്രതിരോധ ശേഷി തരുകയും കൂടെ ചെയ്യും. ഇഞ്ചി വെള്ളമൊക്കെ കുടിച്ചാൽ പിന്നെ പറയേ വേണ്ട, മോസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ. തുളസി വെള്ളം പിന്നെ പറയണ്ട, തുളസി പോലെ ആയിപ്പോവും നമ്മൾ. പിന്നെ പനിക്കൂർക്ക വെള്ളം കുടിക്കാം, ജീരക വെള്ളം കുടിക്കാം. അപ്പോൾ ഇഷ്ടം പോലെ ടൈപ്പ് വെള്ളമുണ്ട്. ഏത് വെള്ളമായാലും, വെറും ചൂടുവെള്ളമാണെങ്കിലും നിങ്ങൾ മസ്റ്റായും കുടിക്കണം. അപ്പോൾ എൻ്റെ ബോട്ടിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതൽ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ഉച്ച കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. അപ്പം ഇപ്പം മുതൽ ഞാൻ എന്ത് ചെയ്യാണ്, വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങളെ ഞാൻ എൻ്റെ ബോട്ടിൽ കാണിച്ചു തരട്ടെ ഗൈസ്. അപ്പം ഇവരാണ് ഇന്നത്തെ താരം. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വാട്ടർ ബോട്ടിൽ. അപ്പം ഞാൻ നമ്മുടെ ഈ റോസ് ഷെയ്ഡാണ് എൻ്റെ സ്വന്തം വാട്ടർ ബോട്ടിൽ. അപ്പം ഞാൻ എന്താ പറയുക, ഇവനെ ശരിക്കും പറഞ്ഞാൽ ഉദ്ഘാടനം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെയാണ് കേട്ടോ നമ്മുടെ ഈ വാട്ടർ ബോട്ടിലെല്ലാം വാങ്ങിയത്. അപ്പം ഇതിൻ്റെ പല കളർ ചേഞ്ചാണ് ഇവിടെ മമ്മയ്ക്കും അമ്മച്ചിക്കും കുഞ്ഞാറ്റയ്ക്കും പങ്കനും ഒക്കെ. അപ്പം ഞാൻ എടുത്തത് നമ്മുടെ ഈ റോസ് ഷെയ്ഡാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഈ കാണുന്നത്. ഇതിലൊരു 2 to 3 മസ്റ്റായിട്ട് നിങ്ങൾ കുടിച്ചിരിക്കണം. 3 നിങ്ങൾ കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല, 2 ലിറ്റേഴ്സ് എങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം. അപ്പം ഞാൻ ഇന്ന് മുതൽ വെള്ളം കുടിക്കാൻ പോവാണ്. അതാ ഇപ്പം മുതൽ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, നമ്മുടെ വാട്ടർ ബോട്ടിൽ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇപ്പം നല്ല സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ വാട്ടർ ബോട്ടിലെല്ലാം വരുന്നത്. അപ്പം ഞാൻ കുടിക്കാൻ പോകുന്ന വെള്ളം വേറെ വെള്ളമാണ്. അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമോ ഗൈസ്? ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ എന്ത് വെള്ളമാണ് കുടിക്കാൻ പോകുന്നതെന്ന് അല്ലേ.
അപ്പൊ വേറൊരു വെള്ളം അല്ല കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലാന്റ് എല്ലാവരുടെയും തന്നെ വീട്ടിലുണ്ടാവും. നമ്മുടെ വീട്ടില് ഈ പ്ലാന്റ് ഇല്ല കേട്ടോ. നമുക്കൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഇതിന്റെ കൊമ്പെല്ലാം. അപ്പൊ കിട്ടിയ പാടെ നമ്മൾ കൊമ്പെല്ലാം ഇങ്ങ് കൊണ്ടുവന്നു, ഒന്നും നോക്കിയില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു ഇലക്ക് നമ്മുടെ ഒരു വെള്ളത്തിലുണ്ട്. എന്താന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത്? അപ്പൊ ഞാൻ വല്ല വാറ്റുചാരായാണോ കുടിക്കാൻ പോകുന്നതായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. അപ്പൊ അതൊന്നുമല്ല ഞാൻ കുടിക്കാൻ പോകുന്നത്. ഞാൻ കുടിക്കാൻ പോകുന്ന വെള്ളം സർവ്വസുഗന്ധിയുടെ വെള്ളമാണ് കേട്ടോ. അപ്പൊ ആ ഇലേൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും ആ ഇല വീട്ടിലുള്ളവർക്കറിയാം. നമ്മൾ സർവ്വസുഗന്ധി എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഇന്ന് കുടിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. വെറും ചൂടുവെള്ളം കുടിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലതാണ് ജീരക വെള്ളം, ഇഞ്ചി വെള്ളം, അതുപോലെ തുളസി വെള്ളം, പനിക്കൂർക്ക വെള്ളം, നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞ സർവ്വസുഗന്ധിയുടെ വെള്ളം. ഈ വെള്ളം എല്ലാം കുടിക്കുന്നത്. അപ്പം നിങ്ങൾ തിളപ്പിക്കാൻ വെക്കുമ്പം 1, 2, 3 ഇലകൾ ആഡ് ചെയ്താൽ മതി. 2 ഇലകൾ ആഡ് ചെയ്താൽ മതി. വീട്ടിലെല്ലാവർക്കും കുടിക്കാനുള്ള ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. കാരണം ആ ഒരു ഇലേൻ്റെ എല്ലാ ഗുണങ്ങളും എന്ത് ചെയ്യും? നമ്മുടെ വെള്ളത്തിൽ അടങ്ങും. നമുക്കത് ശരീരത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടെല്ലാം പോകാൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ സർവ്വസുഗന്ധിയുടെ വെള്ളം. അപ്പം ഈ വെള്ളമാണ് ആ വെള്ളം, ഞാൻ പറഞ്ഞ വെള്ളം. അപ്പം നമുക്കിത് കുടിച്ചാലോ? ഗായ്സ്, അപ്പം നല്ല ടേസ്റ്റിയാണ് നമ്മുടെ സർവ്വസുഗന്ധിൻ്റെ വാട്ടർ. ഒരു കവള് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. അത്രയും ടേസ്റ്റിയാണ് നമ്മുടെ സർവ്വസുഗന്ധി का पानी. बहुत अच्छा पानी है गाइस. അപ്പം इस पानी तुम पियो. और എന്താ ഇനി പറയണ്ടേ? നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ ശരീരം എല്ലാവരും നന്നായി നോക്കുക. മഴക്കാലമാണ്, വെള്ളം കുടിക്കാതെ ഇരിക്കരുത്. എന്നെപ്പോലെ മോസ്റ്റ് മടിച്ചാവരുത്. അത് കാരണം തന്നെ എലിയെന്നാണ് കേട്ടോ എന്നെ വിളിക്കുന്നത്. അപ്പം ഗായ്സ്, എൻ്റെ നാള് വന്നിട്ട് മകമാണ്. അപ്പം മകത്തിൻ്റെ മൃഗം നമ്മൾ നോക്കിക്കഴിയുമ്പം എലിയാണ് കേട്ടോ. അപ്പം അമ്മച്ചി എല്ലാവരും പറയുന്നത് എൻ്റെ മൃഗം എലി ആയതുകൊണ്ട് എനിക്ക് വെള്ളം അലർജിയാണല്ലോ, അത് കാരണമാണ് ഞാൻ വെള്ളം കുടിക്കാത്തതെന്ന്. സത്യമാണ് കേട്ടോ. എനിക്ക് വെള്ളം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ കണ്ണെടുത്ത് എനിക്ക് കണ്ടുകൂടാ വെള്ളം. പക്ഷേ നമ്മുടെ ബോഡിക്ക് വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം നിങ്ങൾ എന്നെപ്പോലെ എലിയൊന്നും ആവാൻ നിൽക്കണ്ട. നല്ല കുട്ടികളായിട്ട് നിങ്ങൾ എന്താണ് മീനിനെ പോലെ ഫുൾ ടൈം, അല്ലെങ്കിൽ താമരയെ പോലെ വെള്ളത്തിലാവുക ഗൈസ്. അപ്പോൾ ഈ വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ ഈ വെള്ളം എല്ലാവരും കുടിക്കാൻ ശ്രമിക്കുക. എന്ന് നിങ്ങൾ 2 to 3 ലിറ്റേഴ്സ് കുടിക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങൾ നന്നായി നോക്കുക. ലേസി ആവരുത്. കാരണം ശരീരം പണി തന്നാൽ നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് ശരീരത്തിന് നമ്മൾ അങ്ങോട്ട് പണി കൊടുക്കുക. വെള്ളമൊക്കെ കൊടുത്ത് എക്സസൈസൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അങ്ങോട്ട് പണിയെടുപ്പിക്കുക. അല്ലാതെ ഇങ്ങോട്ട് നമുക്കിട്ട് പണി തരാതിരിക്കാൻ നമ്മൾ നന്നായി നോക്കുക. അപ്പം മെയിനായിട്ടും വെള്ളം കുടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ നല്ല കുട്ടിയായിട്ട് ഇതാ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം എല്ലാം കുടിക്കാൻ വേണ്ടി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മുതൽ ഞാൻ നല്ല കുട്ടിയായി വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം. അപ്പം പുറത്ത് പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് കറക്റ്റ് വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് കാരണം തന്നെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ വെള്ളം എല്ലാം കുടിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായും നോക്കി ഇന്ന് മുതൽ എന്താണ് വെള്ളം കുടിക്കുക. കുടിച്ച് നിങ്ങൾ കൂത്താടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ കുപ്പീനെ നിങ്ങൾക്ക്, നമ്മുടെ വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ എനിക്ക് വെള്ളം ഇങ്ങനെ കുടിക്കാൻ തോന്നും. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ ബോട്ടിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബോട്ടിൽ, ഒരു 1 ലിറ്ററോ 2 ലിറ്ററോ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് വെള്ളം കുടിക്കുവാണെങ്കിൽ അത്രയും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അളവും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനും പറ്റും നമ്മൾ എന്തോരം വെള്ളം എങ്ങനെയൊക്കെ കുടിച്ചു എന്ന്. അപ്പം നിങ്ങൾ ബോറടിക്കാതെ വെള്ളം കുടിക്കും കേട്ടോ.